പിന്നെ അസ്ലം തുടരും. അസ്ലമിലേക്ക് മടങ്ങിയെത്താമ്പോൾ CPM നേതാവ് KK ശൈലജ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീമതി KK ശൈലജ, വലിയൊരു സങ്കട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെ ഓർത്തെടുക്കുന്നു കാനത്തിൽ ജമീലയെ? അതെ, വളരെ വളരെ സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം എന്ന് തന്നെ പറയാം. കാരണം അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു വ്യക്തിപരമായും കാനത്തിൽ ജമീലയോട്. അസുഖം ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത ഉടനെ തന്നെ അപ്പൊ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ജമീല ടീച്ചർ എനിക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടായതായിട്ട് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത്. ഞാൻ അന്ന് പറഞ്ഞു, സാരമില്ല, ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് സ്റ്റേജ് അല്ല, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ എന്നാലും നല്ല ധൈര്യം കൊടുത്തു. ജമീലയും നല്ല ധൈര്യം കാണിച്ചിരുന്നു. ആ കുഴപ്പമില്ല ടീച്ചർ, ചികിത്സിക്കാം. കീമോ ചെയ്യുമ്പോഴും ഒക്കെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, ക്ഷീണമുണ്ടെന്ന് പറയും, എന്നാലും ആഹാരമൊക്കെ കഴിച്ച് ശരീരം വീണ്ടെടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ വല്ലാത്ത തോതിൽ സ്പ്രെഡ് ചെയ്യുന്ന തരമായിരുന്നു എന്നുള്ളതാണ് ഈ അസുഖം. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയേറെ അടുപ്പമുള്ള എന്ത് പ്രശ്നവും അസംബ്ലിയിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ അടുത്ത് വന്നിരുന്ന് അത് സംസാരിക്കും. ജമീല ഓരോ വികസന പ്രവർത്തനത്തെ കുറിച്ചും ഒക്കെ എന്നോട് വന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ട്, ടീച്ചറുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ പരസ്പരം അത്തരം കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. നല്ലൊരു ജനപ്രതിനിധിയായിരുന്നു. അത് നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ടാണ് എല്ലാവരോടും സമീപിക്കുക. അതുകൊണ്ട് നാട്ടിലെ വോട്ടർമാർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും അസംബ്ലിയിൽ വന്ന ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കുന്നവർക്കൊക്കെ ഇഷ്ടമായിരുന്നു ജമീലയെ. നന്നായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യും, പ്രതിപക്ഷത്തെയൊക്കെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരിക്കലും മാന്യത വിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർത്തമാനം ജമീലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. വളരെ അന്തസ്സുറ്റ രീതിയിൽ പറയാനും അത് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു നല്ല നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത് എന്നുള്ളതാണ് പറയാനുള്ളത്.